ഹായ് സുഹൃത്തുക്കളെ, നമുക്ക് ഒരു റെമഡിയുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ പ്ലാനറ്റുകളെയും എങ്ങനെ കാരണം ഒരു പോസിറ്റീവ് ആക്കാമെന്ന്. കാരണം മലയാളത്തിൽ തന്നെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇന്ന് വരെ വന്നിരിക്കാൻ സാധ്യതയില്ല. ഇത് ഞാൻ ബൃഹനാടി അസ്ട്രോളജിയുടെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ റെമഡിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മെയിൻ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കേണ്ടത്, പോസിറ്റീവായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം റെമഡി ചെയ്യാൻ. എന്തായാലും നിങ്ങളുടെ റെമഡി ചെയ്യുക, മീൻസ് റെമഡി കേൾക്കുക. കാരണം എല്ലാവർക്കും ഗ്രഹങ്ങളുണ്ട്. കാരണം 9 ഗ്രഹങ്ങളും 12 രാശികളും. അപ്പോൾ ഈ 9 ഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ ഗ്രഹങ്ങളുടെ പൊസിഷൻ മാറി മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അങ്ങനെയാണല്ലോ. അപ്പം അതിനകത്ത് ചില ആൾക്കാരുടെ ഗ്രഹങ്ങളുടെ ഒരു കണക്ടിവിറ്റി ഉണ്ട്. സപ്പോസ് ഇപ്പോൾ അമിതാഭ് ബച്ചനാണെന്ന് ഒരു 11 കൂടുതൽ ധനയോഗമുള്ളൊരു ഒരു ഇതാണ്. പക്ഷേ എന്നൊരു പുള്ളിക്ക് കേതു കണക്റ്റഡാണ്. കേതു കണക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേന് ആ ധനത്തെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ കട്ട് ചെയ്ത് കളയുമ്പോഴെന്ന് നമുക്ക് ആ ഒരു ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിച്ച് കളയുക. ഇപ്പോൾ ABC കോർപ്പറേഷന്, കോൻബെനക, കോർപ്പതി ഈ ഒരുക്കെ പ്രൊജക്റ്റിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ 840 കോടി ABC മാത്രം പോയത് പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ 8000 കോടിയുടെ വാല്യൂ ആണ് അന്നത്തെ 840 കോടി. അപ്പോൾ അങ്ങനെ ഭയങ്കര ടൈപ്പ് ജീവിതത്തിലെ ഈ പല സാഹിത്യങ്ങളെ പോയിട്ട് പുള്ളിയേറ്റോടി പേര് ചേഞ്ച് ചെയ്തു. അങ്ങനെ പല ഇത് ചെയ്തെന്ന് പറഞ്ഞാലും പറയുവാണ്. അപ്പോൾ ആ ഒരു പ്ലാനറ്ററി പൊസിഷൻ്റെ ആയിട്ടുള്ള അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള ആ പുള്ളിക്ക് ഇപ്പോൾ തന്നെ ബാബ രാംദേവ് സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞാൽ ബാബ രാംദേവിന് ഇതേമാതിരി വേറൊരു ഇതാണ്. പുള്ളിയുടെ ആണെങ്കിലും ഇതേമാതിരി കേത് കണക്റ്റാണ്. പക്ഷേ പുള്ളി ഒക്കൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ല ആയുർവേദ മെഡിസിൻ, ആയുർവേദമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അതെന്ന് പറഞ്ഞാൽ കേതുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു നോക്കുമ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആ റെമഡി പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അനുസരിച്ച് പറ്റുന്ന രീതിയിൽ ഓരോത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് അടുത്ത ശുക്രനെ പോസിറ്റീവ് ആകാം. ശുക്രൻ എന്ന് പറഞ്ഞാൽ 6ലും 8ലും വെരിപാടാണ്. 6ലും 8ലും വെരിപാടെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്രത്യേകിച്ച് സെക്സ് ഓർഗനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ശുക്രൻ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളെ അല്ലെന്ന രീതിയിൽ ഈ ഒരുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ലേഡീസിനാണെന്ന് ഈ ഒരു ഫൈബ്രോയിഡ് മാതിരിയുള്ള പ്രശ്നങ്ങളെ അങ്ങനെയല്ല എന്നൊരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഇതിനകത്ത് നമുക്ക് ആരാധനാലയങ്ങളിൽ തൈര് ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ അമ്പലമെന്നല്ല, ഏത് ആരാധനാലയങ്ങളിലും തൈര് ദാനം ചെയ്യുന്ന അവരവരുടെ കർമ്മത്തെ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തൈര് ദാനം ചെയ്യുന്നത്, കൽക്കണ്ണം അമ്പലത്തിൽ ദാനം ചെയ്യുന്നത്, അമ്പലത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അന്തർക്ക് മുടന്തർക്ക് ഈ റേഡിയേഷൻ പാവങ്ങൾക്ക് കൽക്കണ്ണം ദാനം ചെയ്യുന്നത്, ദുർഗാ മന്ത്രം ജപിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഈ ക്രിസ്റ്റൽ മാലയുണ്ട്. ഈ ക്രിസ്റ്റൽ മാല ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് പോകുന്നതെന്നാണ് അണിയുന്ന കഴുത്തിൽ അണിയാന്ന് പറഞ്ഞാൽ അതും ശുക്രനെ പോസിറ്റീവ് ആക്കാൻ വളരെ നല്ലതാണ്. ഭൈരവലക്ഷ്മി വ്രതം എടുക്കുന്നത് നല്ലതാണ്. പശുവിന് പുല്ല് കൊടുക്കുന്നത്, പശുവൊക്കെ ശുക്രൻ്റെ റേഡിയേഷനാണ്. അതുപോലെ പശുവിന് 3 പഴം വെച്ച് കൊടുക്കുന്നതും കേതുവിനെ ശുക്രനെയും കൂടെ പോസിറ്റീവ് ആക്കാനാണ്. അതുപോലെ നെയ്യിൽ ഈ പറഞ്ഞ നെയ്യിൽ തിലകം തൊടാം. ഇങ്ങനെ തിലകം തൊട്ട് കഴിഞ്ഞാലും അത് ഡെയിലി ഉള്ളതിൽ ഇച്ചിരി മഞ്ഞളൂടെ ചേർത്ത് തിലകം തൊടുകയാണെന്നൊരു ഗുരുവിനെ ശുക്രനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അതുപോലെ ഇച്ചിരി ശകലം തൈര് വെള്ളത്തിലൊഴിച്ച് കുളിക്കുന്നത് പോലും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതുപോലെ 12-നും 24-നും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് അല്ലെന്നൊരു ഈ ഒരുമായിട്ട് ബന്ധപ്പെട്ട മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക്ക് അല്ലെന്നൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുക. അല്ലെന്നൊരു നല്ല ഡ്രസ്സ് അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ. ശുക്രനൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ ഏറ്റവും നല്ല ഒരു കർമ്മമാണ്. നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും. അതായത് സ്വന്തം വൈഫിനെ പോലും സന്തോഷിപ്പിച്ച് വെക്കുക. എന്താ പറയുന്നത്, വൈഫിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ കണ്ണുനീര് താഴെ വീഴാതിരിക്കാനുള്ള സാഹചര്യം കൊടുക്കുക. വൈഫിനെ സ്നേഹിക്കുക, വൈഫിന് കൊടുക്കേണ്ട ബഹുമാനം, അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പം തന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് ആ ശുക്രൻ്റെ റേഡിയേഷനാണ് വൈഫ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ശുക്രനോട് പോസിറ്റീവ് ആകുന്നുള്ള മനസ്സിലാക്കി. ഇവൻ എന്തിനാണ് പറയുന്നത്, പറ്റുവാണെങ്കിൽ വൈഫിൻ്റെ കാല് ഞെക്കി കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലും ശുക്രനെ പോസിറ്റീവ് ആക്കാവുന്ന ഒരു സംഭവമാണ്. കാരണം നിങ്ങൾ തന്നെ വിചാരിച്ചറിയാം, ഒരു ജോലിക്ക് ഒരാളിനെ വിളിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം കൊടുത്താലും ചിലപ്പം നാളെ പുണ്യഭക്ഷം ചേർത്ത് തരും. ശമ്പളം കൊടുത്താലും പറയാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു താലിയുടെ ഒരു ബന്ധത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ നമ്മുടെ കൂടെ അൺലിമിറ്റഡായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മീൻസ് ഒരു സാങ്കേതികത മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും വൈഫിനെ ബഹുമാനിക്കാനും എടുക്കാനും പഠിക്കുക.
അല്ലെന്നില്ലേ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരും. എല്ലാ ഗ്രഹങ്ങളുടെ മൂലമന്ത്രം ജപിച്ചു പോകുന്നതും 108 തവണ, അത് 108 തവണ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ കൺസൾട്ടേഷനോ അല്ല റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബൃഹനാഡി, നക്ഷത്രനാഡി, അപ്പോൾ എന്തെങ്കിലും പഠിക്കാനോ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി അങ്ങനെ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലിങ്ക് കൊണ്ട് ജോയിൻ ചെയ്യാം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ 10,50,000 രൂപ, 1,00,000 രൂപ ഒക്കെ എന്ന് പാർട്ട് ടൈം ഒക്കെ ചെയ്ത് പോലും ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം എവറിത്തിങ് ഈസ് ഇൻ ഫിംഗർ ടിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ വെബ്സൈറ്റ് ഇവിടെ astro-guru.com നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. ആദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1.5 മാസത്തിനകത്ത് ഫുൾ മീൻസ് ലൈവ് ആകും. ഓൾറെഡി ഇത് ലൈവാണ്. ശകലം കൂടെ മെയിൻ്റനൻസ് വർക്കുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള എവിടുന്ന് ഈ ഒരു ഇന്ത്യ ആയിട്ടുള്ള എൻക്വയറി കാര്യങ്ങൾ ഒക്കെ വരുമെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പോസിബിലിറ്റിയും കൂടി ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ളൊരു താല്പര്യമോ കാര്യം ഉണ്ടെന്ന് വരിയിൽ പഠിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ്. പിന്നെ കൺസൾട്ടേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈനിൽ കൂടെ നമ്മൾ പഠിക്കുകയാണെന്നൊരു നല്ലതാണ്. അപ്പോൾ ഒരു ചാർട്ടർ നമ്മൾ അവിടുത്തെ കണക്ടിവിറ്റി, ഒരു ഗ്രഹത്തിൽ നിന്ന് അടുത്ത ഗ്രഹത്തിലോട്ട് മീൻസ് കണക്റ്റ് ആകുന്ന ഒരു കണക്ടിവിറ്റി, ആ ഒരു കണക്ടിവിറ്റി അനുസരിച്ച് ഓരോ പ്ലാനറ്ററി പൊസിഷൻ നെഗറ്റീവും പോസിറ്റീവും ആകും. അപ്പോൾ ആ ഒരു പ്ലാനറ്ററി പൊസിഷൻ നമ്മുടെ ഓരോരുത്തരുടെയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം എന്നിട്ട് നല്ല ഡോക്ടറെ കാണുന്നതിനെക്കാട്ടിൽ ഈ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു ഗെറ്റിംഗ് എ ഗുഡ് അസ്ട്രോളജർ. അത് നിന്ന് പ്രോപ്പറായിട്ട് അറിയുന്ന ഒരു അസ്ട്രോളജർ. ഞാൻ ഈ വേദിക് അസ്ട്രോളജി പോലും എന്ന് പറഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബൃഹനാഡി ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പലതും പഠിച്ചതാണ്. ഞാൻ 16 കൂടുതൽ കോഴ്സ് പഠിച്ച പാട്ടുകൾ. അതെല്ലാം നമുക്ക് ഈ ഒരു പ്രോപ്പറായിട്ടുള്ള നമ്മളെ മീൻസ് ഒരു എന്താ ഒരു അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞില്ലെന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് വാസ്തു റിലേറ്റഡ് ആയിട്ട് എൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ഒരു ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്ത് വാസ്തു കണ്ടുപിടിക്കാൻ എങ്ങനെ നിങ്ങളുടെ ലൊക്കേഷനിൽ പോയിട്ട് വാസ്തു കണ്ടുപിടിക്കാം. ഒന്നും പോകേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. അങ്ങനെ വൈഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാസ്തു ആയാലും റിലേറ്റഡ് ആയിട്ട് പഠിക്കാനെടുക്കാനോ താല്പര്യമുണ്ടെന്നൊരു കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുമായിട്ട് ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ഇത് വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.